രാജ്യസഭയിൽ എയിംസ് ആവശ്യം ഉന്നയിച്ച് പി ടി ഉഷ എം പി കിനാലൂരിൽ എയിംസ് വേണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. 200 ഏക്കർ ഭൂമി വേണം. 153 ഏക്കർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ കൈമാറിയെന്നും 5 ഏക്കർ ഉഷ സ്കൂൾ നൽകിയെന്നും പി ടി ഉഷ രാജ്യസഭയിൽ പറഞ്ഞു. ബൽറാം നുറുങ്ങടിയാണ് വാർത്തകൾ. ബൽറാം, ഇക്കുറിയും കേരളത്തിന് എയിംസ് എന്ന ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല എന്ന കാര്യം പി ടി ഉഷ പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഹാഷ്മി, ഈ എയിംസുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പി ടി ഉഷയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ച് എയിംസ് ആവശ്യം അവഗണിക്കപ്പെട്ടു എന്ന് ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ എം പിമാർ അടക്കം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ശക്തമായ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്ത ഘട്ടത്തിലാണ് രാജ്യസഭയിൽ പി ടി ഉഷ എം പി ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. കിനാലൂരിൽ എയിംസ് വേണം എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമെന്നും സർക്കാർ ഭൂമി ഈ മേഖലയിൽ കൂടുതലായി ഉണ്ട് എന്നും 200 ഏക്കർ ഭൂമി ആവശ്യമാണ്. ഉഷ സ്കൂൾ ഉൾപ്പെടെ 5 ഏക്കർ ഭൂമി ഇതിനായി നൽകിയിട്ടുണ്ട് എന്നും 153 ഏക്കർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ കൈമാറിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പി ടി ഉഷ എം പി രാജ്യസഭയിൽ ഇന്ന് ഉന്നയിച്ചത്. അതേസമയം ഇന്നും രാജ്യസഭയിൽ ആരംഭിച്ച ഉടൻ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട, അതായത് കുംഭമേളയ്ക്കിടെയുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുണ്ടായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും. ഇപ്പോൾ ലോക്സഭയിലാകട്ടെ അഖിലേഷ് യാദവ് കുംഭമേള വിഷയം ഉന്നയിച്ചിരിക്കുകയാണ്. സർക്കാരിനെതിരെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കടുത്ത വാക്കുകളിലുള്ള പ്രതികരണമാണ് അഖിലേഷ് യാദവ് നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മരണത്തിന് ഉത്തരവാദികളായവരെ, ഒപ്പം തന്നെ യഥാർത്ഥ മരണസംഖ്യ മറച്ചുവെച്ചവർക്കെതിരെയും നടപടി വേണം എന്നും ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയെന്ന് അവകാശപ്പെടുന്നവർക്ക് യഥാർത്ഥ മരണസംഖ്യ പോലും പുറത്തുവിടാൻ കഴിയുന്നില്ല എന്നും സുരക്ഷാ ചുമതല സൈന്യത്തിന് കൈമാറണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് അഖിലേഷ് യാദവ് ഉന്നയിക്കുന്നത്. ഹഷ്മി, ബൽറാമാണ് രാജ്യസഭയിൽ എയിംസ് ആവശ്യം പി ടി ഉഷ എന്ന് ഉന്നയിക്കുന്ന ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഉഷ സ്കൂൾ അടക്കം സ്ഥലം നൽകിയതാണ്. കിനാലൂരിൽ തന്നെ എയിംസ് വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ്. വീണ്ടും ഒരു ബജറ്റ് കൂടി വന്നു. ആ ബജറ്റിൽ പതിവ് പോലെ എയിംസിൽ കേരളത്തിന് നിരാശയാണ് എന്ന കാര്യം പി ടി ഉഷ എം പിയും അറിഞ്ഞിട്ടുണ്ടാവണം.